ശ്രീ സജീവൻ, ഈ കാര്യത്തിൽ തുടർച്ചയായി 2006 മുതൽ അല്ലെങ്കിൽ 2006 ശേഷം ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ RSSൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇതുപോലത്തെ ഒരു പരിപാടിയിൽ അവരുടെ രണ്ടാം സർസംഘ് ചാലകിൻ്റെ ജന്മശതാബ്ദി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറവൂരിലെ മനക്കപ്പടിയിൽ ചെന്നത്, വിളക്ക് കൊളുത്തിയത്, ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കോൺഗ്രസ് യുവ നേതാവായിട്ടുള്ള VD സതീശനാണ് എന്നുള്ള ഒരു കാര്യമൊക്കെ പിന്നീടായിരിക്കണം കേരളം അങ്ങനെ തിരിച്ചറിഞ്ഞ് ചർച്ചയായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി നേതാ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അന്നു മുതൽ ഇന്നുവരെ അദ്ദേഹം ഇതേക്കുറിച്ച് ഒരു മറുപടി പോലും പറയാതിരിക്കുന്നത്? അദ്ദേഹം അതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ചിത്രങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്, വളരെ വ്യക്തമായ വിവരങ്ങളുണ്ട്. നോക്കൂ, ഈ കാര്യത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, 2006 ഈ പരിപാടി നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. എന്ന് വെച്ചാൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ആ പരിപാടി നടന്നിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ടോ? പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിമർശനപരമായ ചോദ്യങ്ങൾ ചോദിച്ചു ശ്രീ സജീവൻ. പക്ഷേ അതിന് മറുപടി അദ്ദേഹം പോസ്റ്റിട്ടു. ആ മറുപടിയിൽ ഒരു വരിയിൽ പോലും അദ്ദേഹം വ്യക്തിപരമായി മറുപടി പറയേണ്ട ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടേയില്ല. പകരം കുറേ പാരഗ്രാഫിൽ വേറെ കുറേ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത മറുപടിയാണ്. അതൊന്നും സതീശനല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സതീശനോട് ചോദിച്ചൊരു ചോദ്യത്തിന് സതീശനൊട്ട് മറുപടി ഇന്നും പറഞ്ഞിട്ടില്ല. ശ്രീ സജീവൻ, എന്തുകൊണ്ടായിരിക്കും ഇത്? ചേർത്ത് നമ്മുടെ നാട്ടിൽ പണ്ടൊരു ചൊല്ലുണ്ട്, അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു മറുപടി. സത്യത്തിൽ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ ഈ പോസ്റ്റും FB പോസ്റ്റും ഇപ്പൊ തൗഫീഖ് രാജിനോട് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണവും ഒക്കെ അരി എത്ര എന്ന ചോദ്യത്തിന് എന്നെ പോലെയുള്ള സാധാരണ ആളുകൾ, ഏതെങ്കിലും പാർട്ടിയുടെ വക്താക്കളോ ഒന്നുമല്ലാത്ത സാധാരണ വോട്ടർമാർ ആഗ്രഹിക്കുന്നത് ഈ ആരോപണം, മുഖ്യമന്ത്രി ഇപ്പോൾ ഉന്നയിച്ച, നേരത്തെയും LDFന്റെ നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തിന് എന്താണ് മറുപടി? രണ്ട് മറുപടി പറയാം. തൗഫീഖിനോട് രണ്ട് മറുപടി പറയാം. ഒന്ന്, അല്ലെങ്കിൽ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയാം. ഒന്ന്, എനിക്കത് ഗോൾവാൾക്കർ ആണ് എന്ന് മനസ്സിലായില്ല. അത് രവീന്ദ്രനാഥ് ടാഗോർ, താടിയും മുടിയൊക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ പറയാം രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ന് വിശ്വസിച്ചു. ഗാന്ധി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വിശ്വസിച്ചു, അല്ലെങ്കിൽ മനസ്സിലായില്ല. അല്ലെങ്കിൽ ഞാൻ ഇത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗാന്ധിയുടെ ഛായാപടമായിരുന്നു, അത് പിന്നീട് AI ടൂള് അനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറെ കൂടി ആളുകൾ വിശ്വസിക്കുമായിരുന്നു. മറുപടി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം, ആളുകൾ കൂടുതൽ അത് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്തുകൊണ്ടാണ് 2006 ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അതായത് കോൺഗ്രസിന്റെ നേതാവായിരുന്നില്ല ഗോൾവാൾക്കർ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ അദ്ദേഹം ആരുടെ നേതാവായിരുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ RSSന്റെ സർസംഘ് ചാലകായിരുന്ന ഗോൾവാൾക്കറുടെ ഛായാപടത്തിൽ ഇത് വിളക്ക് കൊളുത്തിയത്, അത് ഞാൻ കാണാതെ ആ ഛായാപടം കണ്ടിരുന്നില്ല, എന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചു എന്നോ വേറെന്തെങ്കിലും പരിപാടി ആണ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റും. ഇത് ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വേണം. ഇവിടെ തൗഫീഖ് രാജിന് ആദ്യം പറഞ്ഞു ഇതിന് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണ്, കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നു വിചാരിച്ചപ്പോൾ ഞാൻ ആശ്വസിച്ചു, അതുണ്ടാകും. പക്ഷേ അദ്ദേഹം വീണ്ടും പോകുന്നത് തിരിച്ചാണ്. ഈ ചോദ്യത്തിന് മറുപടി ഞങ്ങളുടെ കയ്യിലില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞോട്ടെ എന്നുള്ളതാണല്ലോ ശരത്തിന്റെ ചോദ്യത്തിന് കൊടുക്കാവുന്ന ഒരു മറുപടി. അതിലേക്ക് പോകുന്നില്ല. പ്രതിപക്ഷ നേതാവും ആണ് അദ്ദേഹം പറയേണ്ട ആൾക്ക്. മുഖ്യമന്ത്രിയെ പോലെ ഒരാള്, എതിർപക്ഷത്തിൽ നിൽക്കുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും മുഖ്യ നേതാവായിട്ട് ഒരാള് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല, ഇവിടെയുള്ള സജീവൻ മനസ്സിലാകാത്തത്, ഇപ്പോ ഉടനെ കടക്കുപുറത്ത് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു ആഖ്യാനം കൊണ്ടുവരാനുള്ള ശ്രമം അതൊക്കെ രാഷ്ട്രീയമായി ചെയ്തോട്ടെ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വരുന്നു, അല്ലെങ്കിൽ അഭിമുഖങ്ങൾ കൊടുക്കുന്നു, ഇവിടെയൊക്കെ അദ്ദേഹം ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടില്ല. ഇന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ചോദ്യങ്ങളുടെ ശൈലിയോട് പല ശൈലിയിൽ അദ്ദേഹം വിമർശിക്കാം, അല്ലെങ്കിൽ അതിന് മറുപടി പറയുമ്പോൾ വളരെ രൂക്ഷമായി ചിലപ്പോൾ ചോദ്യത്തെ വിമർശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ താല്പര്യത്തെയൊക്കെ എക്സ്പോസ് ചെയ്തൊക്കെ സംസാരിക്കും. പക്ഷേ ഉത്തരമുണ്ട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടും. പക്ഷേ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അതാണോ അവസ്ഥ? നോക്കൂ, ഈ വിഷയത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടി കൊണ്ടുവരും. ഇത് 2006 ഈ സംഭവം. അദ്ദേഹത്തോട് എന്ന് ചോദിച്ചാലും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. അദ്ദേഹം ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പറയുന്നത് എന്താണ്? 2013 നടന്ന ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങിനെ എടുത്തു വെച്ച് അദ്ദേഹം ഇതിൻ്റെ മറുപടി പോലെ പറയുകയാണ്, ഇത്
നാട്ടിൽ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട്, വ്യക്തമായൊരു പരിപാടിയായിരുന്നു എന്നൊക്കെ ഇരിക്കെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പങ്കെടുത്തൊരു പരിപാടിയെ ഇതിൻ്റെ മറുപടിയായി പറയുന്നത് എങ്ങനെയാണ് ശ്രീ സജീവൻ? തീർച്ചയായിട്ടും അതാണ് ഇതുവരെയും പല ആളുകളും തെറ്റിദ്ധരിച്ച കാര്യവും ഇതാണ്. ഈ മറുപടി വെച്ചുകൊണ്ട് ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്ഥലം MLA വിളിച്ചാൽ പോകേണ്ടതല്ലേ എന്ന രീതിയിലൊക്കെ പ്രതികരിക്കുന്ന രീതി പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഈ ശരിയായ സംഭവം എന്താണ്? 2006-ഉം 2013 തമ്മിലുള്ള അന്തരം, എത്ര വർഷത്തെ അന്തരമുണ്ട്? ആ പരിപാടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ സ്വാഭാവികം. ഇപ്പം പുസ്തക പ്രകാശന ചടങ്ങിന് പല നേതാക്കന്മാരും പോവാറുണ്ട്, അതിനൊക്കെ പോകുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് എന്താണ് ചടങ്ങ്? RSSന്റെ ചടങ്ങാണ് അത്. അവിടെ ഗോൾവൽക്കറുടെ ഛായാപടമാണുള്ളത്. ആ ഛായാപടത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ അങ്ങനെ പരിപാടിക്ക് RSS ക്ഷണിക്കുന്ന സമയത്ത്, ഇപ്പൊ നേരത്തെ RV ബാബുവിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞവിടെ നമ്മളെ കേൾപ്പിച്ചല്ലോ. RV ബാബുവിനെ പോലെ നേരത്തെ RSSകാരനാണ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശക്തനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനെ ഉണ്ട്, ഞങ്ങളുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ വോട്ട് നേടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെങ്കിലും മറുപടി കൊടുക്കണ്ടേ? ഇത് മുഖ്യമന്ത്രിക്കുള്ള മറുപടി ആയിട്ടോ LDFനുള്ള മറുപടി ആയിട്ടോ വേണമെന്നില്ല. ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ലല്ലോ ആ ഉത്തരവാദിത്വം, പ്രതിപക്ഷ നേതാവും അദ്ദേഹം ഒരു മുന്നണിയെ നയിക്കുകയല്ലേ, അദ്ദേഹത്തിനും ആ ഉത്തരവാദിത്വം ഇല്ലേ? ഇപ്പോൾ BJP ഡീല് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആക്ഷേപം, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും നിരത്തി കേരളത്തിൽ സംസാരിക്കാനാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്, മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്, ഇപ്പോൾ ജയിക്കടക്കം നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് മറുപടി പറയേണ്ട ആളുകൾ അത് പറയണ്ടേ? ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ BJP ഡീല് എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ, അവരുടെ വോട്ടർമാർക്കിടയിൽ തന്നെ, മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ചില അപാകതകൾ ഇതിലുണ്ട്, ഈ മൗനത്തിന് പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കില്ലേ സജീവൻ? തീർച്ചയായിട്ടും ചിന്തിക്കും. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ രീതിയിലല്ല അദ്ദേഹം പ്രതികരിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നേരെ ഈ ഡീൽ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത് VD സതീശൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു ഡീൽ ആരോപണം വരുമ്പോൾ അത് ഇന്നതാണ് എന്ന് ജനങ്ങൾ, അദ്ദേഹം കോൺഗ്രസ്സുകാരെങ്കിലും കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. അതില്ലെങ്കിൽ തിരിച്ചടിയായിട്ടാണ് മാറുക. ഈ ഡീല് പണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതിമാരകമായി കേട്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മുണ്ടിനടിയിൽ കാക്കി നിക്കറുണ്ട് എന്ന് പഴയൊരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞ അതിമാരകമായ ഒരു രാഷ്ട്രീയ പരാമർശം കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആക്ഷേപം മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും പ്രതിനിധീകരിക്കുന്ന ആ മണ്ഡലത്തിൽ മുൻപ് പ്രതിനിധീകരിക്കുമ്പോൾ RSSന്റെ വളരെ പ്രധാനപ്പെട്ട അവരുടെ സർസംഘചാലകിൻ്റെ ജന്മശതാബ്ദി പരിപാടിയിൽ പോയി പങ്കെടുത്തിട്ടുണ്ട്, വിളക്ക് കൊളുത്തിയിട്ടുണ്ട് എന്നത് മുമ്പ് പറഞ്ഞതിനകത്തൊരു രാഷ്ട്രീയ വിമർശനമാണ് എങ്കിൽ ചിത്രം സഹിതം ആളുകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആ ആളാണ് BJP ഡീല് എന്ന് പറയുന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കണം, അദ്ദേഹം അതിന് ബാധ്യസ്ഥനാണ്. ചോദിക്കുന്നത് പല കോണിൽ നിന്നുണ്ട്, അതെല്ലാം വിടാം. പക്ഷേ നേർക്കുനേർ ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി ഈ നിലയിൽ ചോദിച്ചാൽ പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്നേ, എന്താ സംശയം?